അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സ്നേഹത്തിലായി ജീവിക്കാനുള്ള, കുടുംബജീവിതം സ്നേഹത്തിലായി പോകാനുള്ള ഒരു വഴി, ഒരു അമൽ ഞാൻ പറഞ്ഞു തരാം. ഒരുപാട് ആളുകൾ, ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് പുരുഷന്മാർ വലിയ വിഷമത്തിൽ പറയുന്ന ഒരു കേസാണ്, എൻ്റെ ഭാര്യയ്ക്ക് എന്നോടൊരു ഇഷ്ടവുമില്ല. പുരുഷന്മാർക്ക് എപ്പോഴും പറയാനുള്ള ഒരു കേസ് അതാണ് പ്രധാനം. അവൾ തോന്നിയതുപോലെ ജീവിക്കുകയാണ്, എന്നോടൊരു സ്നേഹമോ ഇഷ്ടമോ ഒന്നുമില്ല അവൾക്ക്. നേരെ തിരിച്ച് സ്ത്രീക്കും പറയാനുണ്ട്, ഭാര്യയ്ക്ക് പറയാനുണ്ട്. ഭർത്താവ് അയാളൊരു പരുക്കൻ സ്വഭാവക്കാരനാണ്, എന്നെ അയാൾക്ക് വേണ്ട എന്ന് സ്ത്രീകൾ നിരന്തരം വിഷമിച്ച് ഒരുപാട് കേസുകൾ നിരന്തരം പറയുന്നതാണ്. അത്തരം സാഹചര്യത്തിൽ ഈ അമലൊന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ, വലിയ ഫലം കാണും. അമൽ എന്താണ്, എത്ര തവണയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായി പറയാം. ഒന്ന്, അമല് അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ വദൂദു യാ അല്ലാഹ്, ഏതാണ്? യാ വദൂദു യാ അല്ലാഹ് എന്ന ഇസ്മ ചൊല്ലേണ്ട എണ്ണം 1000 തവണ. എത്ര തവണ? 1000 തവണ ചൊല്ലുക. ഇനി എപ്പോഴാണ് ചൊല്ലേണ്ടത്, ചൊല്ലിയിട്ട് എന്ത് ചെയ്യണം, ഇതാണല്ലോ ഇനി പറയാനുള്ളത്. ചൊല്ലേണ്ട സമയം ഞാൻ പറയാം. അതിനു മുൻപ് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. രണ്ടുപേരും, ഭാര്യയും ഭർത്താവും മനുഷ്യനാണ്. രണ്ടുപേരും മനുഷ്യരാണ്. മനുഷ്യരാകുമ്പോൾ അബദ്ധങ്ങളും അപാകതകളും കുറവുകളും ഒക്കെ ഉണ്ടാകും. മനസ്സറിഞ്ഞ് ഒന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ, ഒന്ന് മനസ്സിലാക്കാൻ, പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞാലേ കുടുംബജീവിതം മുന്നോട്ട് പോകും. അതാദ്യം മനസ്സിലാക്കുക. രണ്ടുപേർക്കും കുറവ് വരും, അത് പൊരുത്തപ്പെട്ടു കൊടുക്കണം. നോക്കൂ, എപ്പോഴാണ് ഇത് ചെയ്യേണ്ടത്? യാ വദൂദു യാ അല്ലാഹ് 1000 തവണ. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഇത് ചൊല്ലുക. എന്നിട്ട് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക. എന്നിട്ട് രണ്ടുപേരും ആ ഭക്ഷണം കഴിക്കുക. രണ്ടുപേരും അറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ചില സാഹചര്യത്തിൽ ഒരു പക്ഷേ അറിഞ്ഞ് ചെയ്യുന്നതിന് പ്രയാസങ്ങൾ ഉണ്ടാകും. അപ്പൊ നല്ല മനസ്സോടുകൂടി ചെയ്തിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നല്ല കുടുംബജീവിതം നമുക്കൊക്കെ തരട്ടെ. അസ്സലാമു അലൈക്കും.